والأرض واختلاف الليل والنهار لآيات لأولي الألباب. തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹുവെ ഓർമ്മിക്കുകയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരത്രേ അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല ഇത്. നീ എത്രയോ പരിശുദ്ധൻ. അതിനാൽ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. ഞങ്ങളുടെ രക്ഷിതാവേ, നീ വല്ലവനെയും നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവനെ നീ നിന്ദനാക്കിക്കഴിഞ്ഞു. അക്രമികൾക്ക് സഹായികളായി ആരുമില്ലതാനും. ഞങ്ങളുടെ രക്ഷിതാവേ, സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രബോധകൻ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കുവേൻ എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളുടെ തിന്മകൾ ഞങ്ങളിൽ നിന്ന് നീ മായ്ച്ചു കളയുകയും ചെയ്യണമേ. പുണ്യവാന്മാരുടെ കൂട്ടത്തിലായി ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ ദൂതന്മാർ മുഖേന ഞങ്ങളോട് നീ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് നൽകുകയും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഞങ്ങൾക്ക് നീ നിന്ദ്യത വരുത്താതിരിക്കുകയും ചെയ്യണമേ. നമ്മോട് പ്രസംഗിക്കുന്നത് കാഞ്ഞങ്ങാട് അതിഞ്ഞാൽ കടപ്പുറത്ത് ഒരുപാട് വർഷങ്ങൾ ഖാലിയായി സേവനം അനുഷ്ഠിക്കുകയും ഖുറാഫാത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും ഇടയിൽ ഒരുപാട് കാലം ജീവിതം തളച്ചിടുകയും ചെയ്ത വിളയിൽ ഹമീദ് മുസ്ലിയാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ മുസ്ലിം സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച് മണ്ണറയിലേക്ക് പോവാനിരിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. ആ മരണത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട്. അതാണ് യഥാർത്ഥ ജീവിതം. ആ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് രക്ഷ കിട്ടാനുള്ള മാർഗം എന്താ? അള്ളാഹുവിന്റെ റസൂല് വളരെ വ്യക്തമായി നമുക്ക് ആ കാര്യം വിവരിച്ചു തന്നു. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ സമുദായം 73 വിഭാഗമായി പിരിയും. അതിൽ നിന്ന് ഒരു ഭാഗം മാത്രമാണ് സ്വർഗത്തിലേക്കുള്ളത്. കഴിച്ച ബാക്കി 72 വിഭാഗവും നരകത്തിലേക്കാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുക. മരിച്ചതിന്റെ ശേഷം ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. വീറും വാശിയൊന്നുമില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. സന്തോഷമുണ്ടെങ്കിൽ, സത്യമാണെങ്കിൽ തോന്നുന്നെങ്കിൽ മാത്രം സ്വീകരിക്കുക, ഇല്ലെങ്കിലോ തള്ളിക്കളയുക. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്.
സത്യവും അസത്യവും വേർതിരിഞ്ഞ് കിടക്കുകയാണ്. ആരും ആരെയും നിർബന്ധിക്കേണ്ട കാര്യമില്ല. 73 നിന്ന് ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിലേക്കുള്ളതെന്ന് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, വമൽ ഫിർഖത്തുൻ നാജിഹതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ സ്വർഗത്തിലേക്കുള്ള രക്ഷപ്പെട്ട പാർട്ടി ആരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് വിവരിച്ചു കൊടുക്കുകയാണ്, മാ അന അലൈഹി വസ്ഹബി, ഞാനും എന്റെ സ്വഹാബാക്കളും ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നവർ മാത്രമാണ് സ്വർഗത്തിലേക്കുള്ളത്. ഇസ്ലാമിന് പരിചയമില്ലാത്ത ഒരാചാരമാണ് ആത്മപീഡനം കൊണ്ടുള്ള ആരാധന. എന്നാൽ മറ്റിതര സമൂഹങ്ങളിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കാണാവുന്ന ഒന്നാണ് ഈ ദുരാചാരങ്ങൾ. ഇതിനു പുറകിൽ മനുഷ്യന് പ്രചോദനം നൽകുന്ന വികാരം എന്തെന്ന് എന്നത് നാം പരിശോധിച്ചാൽ കാണുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ചില മിഥ്യാധാരണകളും ചില വികലമായ സങ്കല്പങ്ങളുമാണ്. എന്റെ ആരാധനകർമ്മങ്ങൾ ത്യാഗവും പീഡനവും കൊണ്ട് ആത്മാർത്ഥമാക്കണം. അങ്ങനെ ദൈവത്തിന്റെ പ്രീതി പിടിച്ചുപറ്റണം. അങ്ങനെ കാരുണ്യത്തിന്റെ ഉടമയായ ദൈവത്തിന്റെ പ്രീതി തരപ്പെടുത്താൻ മനുഷ്യൻ പല ആചാരാനുഷ്ഠാനങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ഫലം മനുഷ്യപ്രകൃതിക്ക് അനുയോജ്യമല്ലാത്ത ബ്രഹ്മചര്യം മുതൽ സ്വന്തം ശരീരത്തെ ക്രൂരമായി പീഡിപ്പിക്കുന്നിടം വരെ മനുഷ്യനെ കൊണ്ടെത്തിച്ചു. हमको अमा मिले, भाई ने शहर छोड़ के जंगल की राह ली, रोकर पुकारे नाना ये फरियाद आई हूँ, रोकर पुकारे नाना ये फरियाद आई हूँ, मैं छोड़ कर हुसैन जंगल में आई हूँ, नाना हमें न चैन मैसर कहीं हुआ, नाना हमें न चैन मैसर कहीं हुआ, पानी भी बंद हम पे लईनों ने कर दिया, पानी भी. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് അങ്ങേയറ്റം കരുണയുള്ളവനായാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ കാരുണ്യമൊന്നാകെ വീതിച്ചെടുക്കുകയാണെങ്കിൽ 100 ഭാഗത്തിൽ 1 ഭാഗം മാത്രമാണ് ഭൂലോകത്തിലേക്ക് ഇറക്കപ്പെട്ടിരിക്കുന്നത്. ബാക്കി 99 ഭാഗവും അവന്റെ ഉത്തമരായ അടിമകൾക്കു വേണ്ടി അന്ത്യനാളിൽ പ്രതിഫലമായി നൽകാൻ അവൻ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ്. ഭൂലോകത്തിലേക്ക് ഇറക്കപ്പെട്ട 100ൽ 1 ഭാഗത്തിലെ വിശാലത എത്രയെന്ന് സങ്കല്പിച്ചു നോക്കുക. കോടാനുകോടി മനുഷ്യർ തൊട്ട് പക്ഷിമൃഗാദികൾ എല്ലാ ജീവജാലങ്ങളും പ്രകടിപ്പിച്ച കാരുണ്യം, ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയും ജീവിക്കാനിരിക്കുന്ന ജീവജാലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നതും പുറപ്പെടുവിക്കാനിരിക്കുന്നതുമായ കാരുണ്യം, എല്ലാമെല്ലാം ഈ ഒരംശത്തിൽ നിന്നാണെന്ന് വരുമ്പോൾ എത്രയാണ് അതിന്റെ വിശാലത! നാം അല്ലാഹുവിനെ പ്രകീർത്തിക്കുക. സുബ്ഹാനല്ലാഹ്. ഒന്ന് സങ്കല്പിക്കാൻ പോലും നമുക്ക് സാധ്യമല്ലാത്ത വിശാലമായ ഒരംശത്തിന്റെ എത്ര 10 മടങ്ങാണ് ഇനിയും മനുഷ്യരാശിക്കു വേണ്ടി അല്ലാഹു മാറ്റിവെച്ചിരിക്കുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലത മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നതിന് കാരണം മനുഷ്യൻ വേദഗ്രന്ഥങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ ശ്രമിക്കാതിരുന്നത് കാരണമാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൊന്നും സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള ഒരാരാധനാകർമ്മം ഉണ്ടായിരുന്നില്ല. ഉത്തമമായ 3 നൂറ്റാണ്ടിലും ഇത് കാണാനും സാധ്യമല്ല. പിന്നെങ്ങനെയാണ് ഈ ആചാരം ഇസ്ലാമിലേക്ക് കടന്നുവന്നത്? ഇസ്ലാമിക ചരിത്രം പരതുമ്പോൾ മറ്റെല്ലാ ആചാരാനുഷ്ഠാനങ്ങളെയും വികലമാക്കിയ വിഭാഗമായ ഷിയാക്കളിൽ നിന്നാണ് ഇത് സുന്നി വിഭാഗത്തിലേക്ക് കടന്നുവന്നതെന്ന് നിഷ്പ്രയാസം നമുക്ക് കണ്ടെത്താൻ കഴിയും. തൗഹീദിൽ അധിഷ്ഠിതമായ ഏകദൈവാരാധനകളിൽ നിന്നും സമുദായത്തെ വീരാരാധനയിലേക്ക് വലിച്ചിഴച്ചത് ഷിയ വിഭാഗമായിരുന്നു. പ്രവാചകന്റെ വഫാത്തിന് ശേഷം രാഷ്ട്രീയമായി ഉണ്ടായ ഒരാശയക്കുഴപ്പം, ആരെ ഖലീഫയായി തെരഞ്ഞെടുക്കണമെന്ന ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കാതെ അത് തർക്കത്തിന്റെയും പിന്നീട് യുദ്ധത്തിന്റെയും വക്കിലെത്തി. അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും മരുമകനായ അലിക്കാണ് 1ാം ഖലീഫയാവാൻ ന്യായമായ അവകാശമെന്ന ചില വിശ്വാസക്കാരും അവരിലുണ്ടായിരുന്നു. പക്ഷേ തുറന്നു പറയാൻ സാധിക്കാതെ തൽക്കാലം ആ വാദഗതികൾ മാറ്റിവെക്കപ്പെട്ടു. തുടർന്നു വന്ന ഖിലാഫത്ത് മാറ്റങ്ങളിലെല്ലാം ഈ വാദഗതി ഉയർന്നു വന്നു.
പക്ഷേ ധീരനും ക്ഷമാശീലനുമായ അലി റളിയല്ലാഹു അൻഹു തന്നെ ഈ വാദഗതിക്കെതിരെ അന്ന് നിലകൊണ്ടിരുന്നതിനാൽ ഈ വാദത്തെ അവഗണിക്കപ്പെടുകയാണുണ്ടായത്. മൂന്നാം ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിഷ്ഠൂരമായി വധിക്കുന്നിടത്തുവരെ ഈ വിഭാഗത്തെ കൊണ്ടെത്തിച്ചു. അഹ്ലുബൈത്തിനാണ് അഥവാ പ്രവാചക കുടുംബത്തിനാണ് രാഷ്ട്രീയമായി കൈകാര്യകർത്താക്കളാകാൻ ഇസ്ലാമിൽ യോഗ്യതയെന്ന ഈ മിഥ്യാധാരണ അവസാനം ഈ വിഭാഗത്തെ കൊണ്ടെത്തിച്ചത് വീരാരാധനയിൽ അധിഷ്ഠിതമായ ഒരു അനിസ്ലാമിക സിദ്ധാന്തത്തിലേക്കാണ്. അഹ്ലുബൈത്തിനെ പ്രകീർത്തിക്കുന്ന കാവ്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഇസ്ലാമിലേക്ക് കടന്നുവരുന്നത് ഈ വിഭാഗം വാദഗതിക്കാരിൽ നിന്നാണ്. മുസ്ലിം ലോകത്ത് പിന്നീട് ഇവരറിയപ്പെട്ടത് ഷിയാ വിശ്വാസികൾ എന്നാണ്. ഷിയാ വിശ്വാസികളിൽ തന്നെ വിവിധ ആദർശക്കാരും വാദഗതിക്കാരുമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നില്ല പ്രവാചകനാവേണ്ടിയിരുന്നത്. മറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം അലി റളിയല്ലാഹു അൻഹുവിന് വഹിയുമായി വന്നപ്പോൾ ആളെ മാറി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതാണെന്ന അപകടകരമായ വാദം ഉന്നയിക്കുന്നവർ മുതൽ പ്രവാചകനെ അംഗീകരിക്കുന്നെങ്കിലും ഖുലഫാവുകളെ തള്ളിപ്പറയുന്നവർ വരെ അവരിലുണ്ട്. ഷിയാ വിശ്വാസികളുടെ ലോക കേന്ദ്രമാണ് ഇറാൻ. വിവിധ രാഷ്ട്രങ്ങളിൽ ഷിയാ വിശ്വാസികൾ ഉണ്ടെങ്കിലും എല്ലാവരുടെയും ആത്മീയ കേന്ദ്രം ഇറാൻ തന്നെ. ഖുമൈനി കുടുംബമാണ് ഇന്ന് ഇറാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായും ആത്മീയമായും സർവ്വ ഷിയാക്കളും അംഗീകരിക്കപ്പെട്ട ഖുമൈനി കുടുംബത്തെ അവർ അള്ളാഹുവിന്റെ പ്രതിനിധികളായാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയത്തുല്ലാ ഖുമൈനിക്ക് അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നുണ്ടെന്ന് വരെ ഷിയാക്കൾ വിശ്വസിക്കുന്നു. ഖേദകരമെന്ന് പറയട്ടെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ സർവ്വ പണ്ഡിതന്മാരും അവഗണിച്ചു തള്ളിയ ഈ വിഭാഗത്തെ വെള്ളപൂശുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രീയ പ്രസ്ഥാനം നമുക്കിടയിൽ കേരളത്തിൽ ഇന്നും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ, വിധി കൽപ്പിക്കാൻ അധികാരം അള്ളാഹുവിന് മാത്രമാണെന്ന സിദ്ധാന്തം ഇസ്ലാമിക ലോകത്ത് ആദ്യമായി ഉന്നയിച്ചത് ഷിയാ വിഭാഗമാണെങ്കിലും തുടർന്ന് അത് ഏറ്റുപിടിച്ച ഒരു പ്രമുഖ പ്രസ്ഥാനമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനവും എന്ന് വരുമ്പോൾ അവരെടുത്ത നിലപാടിൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. ഷിയാ വിശ്വാസികളിൽ നിന്ന് സുന്നി വിശ്വാസികളിലേക്ക് കടന്നുവന്ന ആചാരങ്ങളിലൊന്നാണ് കുത്തുറാത്തീബ് പോലത്തെ ആയുധങ്ങൾ പ്രയോഗിച്ചുള്ള ആരാധനാകർമ്മങ്ങൾ. പവിത്രമായി ഇസ്ലാം ആദരിച്ച മാസമാണ് മുഹറം. എന്നാൽ ഷിയാ വിശ്വാസികൾ ഏറ്റവും വെറുക്കപ്പെടുന്ന മാസവും. ഷിയാ വിശ്വാസം മുസ്ലിങ്ങളെയും ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിന് പച്ചയായി മനസ്സിലാക്കാൻ പറ്റിയ ഒരു മാനദണ്ഡം കൂടിയാണ് മുഹറം മാസത്തെക്കുറിച്ചുള്ള സുന്നി വിശ്വാസികളുടെ വികലമായ ധാരണകൾ. ഇസ്ലാം പുണ്യമാസങ്ങളായി ഗണിച്ച മാസങ്ങളിലൊന്നാണ് മുഹറം. എന്നാൽ ഷിയാക്കളിൽ നിന്നും കടന്ന വിശ്വാസാചാരങ്ങളിലൂടെ ഈ മാസം നെഹസിന്റെ മാസമായാണ് യാഥാസ്ഥിക പുരോഹിതന്മാർ സമുദായത്തെ പഠിപ്പിച്ചത്. നല്ല ഓരോ കർമ്മങ്ങൾക്കും ഇതിന്റെ കാരണം പറഞ്ഞ് തടസ്സം നിൽക്കുകയും ഈ പവിത്ര മാസത്തെ ദുശഗുണത്തിന്റെ കാലഘട്ടമായി അവർ അവരോധിക്കുകയും ചെയ്തു. മുഹറം മാസത്തിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കടക്കാൻ ഇവിടെ ഉദ്ദേശമില്ല. എന്നാൽ ഇതിന്റെ ദുഃഖാചരണമായി ഷിയാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെ പ്രതിപാദിക്കുകയാണ് ഉദ്ദേശം. ലോക ജനതയ്ക്കിടയിൽ ഇസ്ലാമിനെ പ്രാകൃത മതമായി ചിത്രീകരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ് ആത്മപീഡനം നടത്തുന്ന ഇത്തരം ദുരാചാരങ്ങൾ. സ്വന്തം ശരീരത്തിൽ മാരകായുധങ്ങൾ പ്രയോഗിച്ച് ആരാധനകൾ അർപ്പിക്കുന്ന പ്രവാചകനെയും അനുചരന്മാരെയും നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇസ്ലാമിനെ കുറിച്ച് ഒരു അന്യമതസ്ഥന്റെ ധാരണ? ഉത്തരം ലളിതം: പ്രാകൃത മതം, ക്രൂരമതം, അപ്രായോഗിക മതം എന്ന് നമ്മുടെ മുഖത്തു നോക്കി ആക്രോശിക്കില്ലേ? ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കം തമസ്കരിച്ച പ്രാകൃത മതവിഭാഗമാണ് ഷിയാക്കൾ. ഇവരിൽ നിന്നും അനേകം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുസ്ലിങ്ങളിലും കടന്നുകൂടിയിട്ടുണ്ട്. അതിൽ പ്രഥമമായ കാര്യങ്ങളാണ് ഖബർ പൂജയും മാല മൗലീദ് റാത്തീബുകളും അതിനോടനുബന്ധിച്ച് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാരകായുധ പ്രയോഗങ്ങളും. പക്ഷേ എടുത്തു പറയേണ്ട വ്യത്യാസങ്ങളുണ്ട്. ഷിയാക്കൾ അവരിലെ ആത്മാർത്ഥമായ വിശ്വാസം കൊണ്ടാണ് ഈ ദുരാചാരം ആചരിക്കപ്പെടുന്നെങ്കിൽ കേരളത്തിലെ യാഥാസ്ഥിക പുരോഹിതന്മാർ സമുദായ ചൂഷണത്തിനു വേണ്ടി തട്ടിപ്പുകൾ നടത്താനാണ് ഇത് ആചരിക്കുന്നത് എന്നു മാത്രം. ഷിയാക്കൾ പഞ്ചദൈവങ്ങളെ വിളിച്ച് ആർത്ത് കൂകി വിളിച്ചാണ് ഇത് ചെയ്യുന്നത്. സ്വന്തം ശരീരത്തിൽ ഇരുമ്പു ചങ്ങലകൾ കൊണ്ടടിച്ചും മാറത്തടിച്ചും ആർത്ത് കരഞ്ഞു ചെയ്യുന്നു. പീഡനങ്ങൾ കാരണം രക്തം വാർന്നൊഴുകി വർഷാവർഷങ്ങളിൽ ധാരാളം പേർ മരണപ്പെടാറുണ്ട്. കൊച്ചുകുട്ടികൾ മുതൽ
മുതിർന്നവർ വരെ പങ്കെടുക്കുന്ന ഈ പ്രാകൃത ആചാരം മനുഷ്യഹൃദയമുള്ളവന് നോക്കി നിൽക്കാനാവില്ല. അത്രയും കഠിന കഠോരമാണ്. जिंदगी का चरा ये दूर की फौज थी और बीच में अली का चरा जमीन में करबला में बुझा नबी का चरा वो बेकफन है अभी तक नबी का तारा है नबी के लाल को उम्मत ने मिलके मारा है या हुसैन या ഷിയാക്കളെ അനുകരിച്ച് കേരള മുസ്ലിങ്ങൾ നടത്തിവരുന്ന തട്ടിപ്പുകൾ, തെരുവിൽ സർവ്വരോഗ സംഹാരി വിൽക്കുന്ന മുറിവൈദ്യന്മാർ നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങളുടെ നിലവാരം പോലും ഈ ആചാരങ്ങളിലില്ല. വിശ്വസിക്കാൻ ആളുകളുണ്ടെന്നത് വേറെ കാര്യം. ഈ അഭ്യാസ പ്രകടനങ്ങളുടെ ലക്ഷ്യങ്ങളും തെരുവ് കച്ചവടക്കാരുടെ ലക്ഷ്യങ്ങളും ഒന്ന് തന്നെയാണ്. തെരുവ് കച്ചവടക്കാരൻ്റെത് അയാൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന വിൽപ്പന ചരക്കിൽ വിശ്വാസമാർജിപ്പിക്കുകയാണെങ്കിൽ, പൗരോഹിത്യത്തിന്റെ ലക്ഷ്യം ദുർബല വിശ്വാസികളുടെ കണ്ണഞ്ചിപ്പിക്കലും അതിലൂടെ അവരുടെ പോക്കറ്റിലെ പണം തട്ടിയെടുക്കലുമാണ്. ഇതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ധാരാളം പാവപ്പെട്ട മനുഷ്യർ നമുക്കിടയിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നാം വിസ്മരിക്കരുത്. ഇതാണ് പുരോഹിത മതാചാരം. ഇസ്ലാമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാമിൽ തട്ടിപ്പും വെട്ടിപ്പുമില്ല. കാരണം അത് അല്ലാഹുവിന്റെ മതമാണ്. അതുകൊണ്ട് ഇസ്ലാമിന് വക്രത കണ്ടെത്തുക സാധ്യമല്ല. അമ്പലത്തിൽ ഉറഞ്ഞുതുള്ളുന്ന വെളിച്ചപ്പാടിന്റെ വേഷവും ഇയാളുടെ വേഷം അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ്. വ്യത്യാസം കളറിൽ മാത്രം. ഒന്ന് ചുവപ്പാണെങ്കിൽ മറ്റൊന്ന് പച്ചയാണെന്ന് മാത്രം. ഇയാൾ കാണിക്കുന്ന അഭ്യാസങ്ങൾക്ക് സഹായിയായി നിൽക്കുന്ന ആൾ അഭ്യാസങ്ങൾക്ക് ഭക്തിപരിവേഷം നൽകുന്നു. കുന്തിരിക്കത്തിന്റെ പുകക്ക് മാന്ത്രിക ശക്തിയുണ്ടെന്ന ധാരണ പരത്താൻ ചില പൊടിക്കൈകൾ മാത്രമാണ് പുകക്കകത്ത് കൈനീട്ടുന്നതും പിന്നീട് തടവുന്നതും.
കുന്തിരിക്കത്തിന്റെ പുകയുടെ മണം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമുണ്ടാക്കി തീർക്കുന്നു. പകൽ സമയങ്ങളിൽ ഈ തട്ടിപ്പ് നടത്താറില്ല. കാരണം ഇരുട്ട് ഈ പരിപാടിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഉറഞ്ഞു തുള്ളലുകൾക്കിടയിൽ പ്രേക്ഷകരുടെ കണ്ണു വെട്ടിച്ച് ഉദ്ദേശിക്കുന്ന കൃത്യങ്ങൾ പ്രകടിപ്പിക്കാൻ പകൽ വെളിച്ചം തടസ്സമാണ്. ഉറഞ്ഞു തുള്ളുന്നതിനിടയിൽ ആയുധാഗ്രം ഉദ്ദേശിച്ച സ്ഥാനത്ത് വെക്കുന്നു. വയറിന്റെ മടക്കുകൾക്കിടയിൽ ഇറുകെ പിടിച്ച് ഞാന്നു കിടക്കുന്ന നേരിയ കയറിന്റെ അഗ്രം വലത് കൈകൊണ്ട് വലിച്ചു പിടിക്കുന്നുണ്ടെങ്കിലും നോക്കി നിൽക്കുന്നവന് നേർത്ത വെളിച്ചത്തിൽ ഈ ആയുധം വയറിൽ തറച്ചു നിൽക്കുന്നതായി മാത്രമേ അനുഭവപ്പെടൂ. സഹായി എത്തുമ്പോൾ കയറിന്റെ അഗ്രം അയാൾക്ക് കൈമാറുകയും ശക്തിയിൽ വലിച്ചെടുക്കുന്നത് പോലെ ആയുധം ഞെട്ടിച്ചെടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ധൂമകൂപങ്ങൾ കൊണ്ടുള്ള തട്ടിപ്പ് നാടകം. ഓ, മുറിവ് കൂടി. അടുത്ത അഭ്യാസം കഴുത്തിൽ കുന്തം അടിച്ചു തറക്കുക. തൊണ്ടക്കുഴിയിൽ അഗ്രഭാഗം താഴ്ത്തിവെക്കുക. ശേഷം ഞാന്നു കിടക്കുന്ന ചരടിന്റെ അഗ്രഭാഗം പല്ലുകൾ കൊണ്ട് കടിച്ച് ബാലൻസ് ചെയ്യുക. നോക്കി നിൽക്കുന്നവർ ധരിക്കുന്നത് കുന്തം കഴുത്തിൽ തറച്ചു നിൽക്കുകയാണെന്നാണ്. സഹായി എത്തുന്നു. ആദ്യം അയാൾ കടിച്ചു പിടിച്ച ചരട് വിടുവിച്ച് പതുക്കെ ഊരിയെടുക്കുന്നത് പോലെ നടിക്കുന്നു. ധൂമകണങ്ങൾ കൊണ്ട് തടവുന്നു. അത്ഭുതം, മുറിവ് കൂടുന്നു. അടുത്തത് കവിളിലൂടെ ഓട്ടുന്നു എന്ന് തോന്നിപ്പിക്കലാണ്. പരമാവധി കവിൾ തടം വകഞ്ഞുമാറ്റി പല്ലുകൾക്കിടയിൽ കടിച്ചു പിടിക്കുന്നു. ചെരിഞ്ഞു കുനിഞ്ഞ് തുളച്ചു കയറാൻ പ്രയാസപ്പെടുന്നതുപോലെ അഭിനയിക്കുന്നതിനിടയിൽ മറുകവിൾ തടത്തിനുള്ളിൽ എന്തെങ്കിലും കടത്തി തള്ളിപ്പിടിക്കുന്നു. കാഴ്ചക്കാർ ധരിക്കുന്നത് കുന്തമ്മന് തറച്ചു നിൽക്കുകയാണെന്നാണ്.
സഹായി എത്തുന്നു, വലിച്ചൂരി ധൂമഗണങ്ങൾ കൊണ്ട് തടവുന്നു, അത്ഭുതം മുറിവ് പൂടുന്നു. അടുത്തത് വാൾ കൊണ്ടുള്ള അഭ്യാസം. മൂർച്ചയില്ലാത്ത ഭാഗം തിരിച്ചുപിടിച്ച് ഇരുതലയിലും പിടിച്ചു വലിക്കുന്നു. അവസാനം വയർമടക്കുകളിലേക്ക് തുളഞ്ഞു കയറിയതുപോലെ അഭിനയിക്കുക. സഹായിയും എത്തിച്ചേർന്ന് എത്ര കഷ്ടപ്പെട്ടാണ് വാൾ അടർത്തി മാറ്റുന്നത്. ഈ മുറിവിന്റെ ആഴം എത്രയായിരിക്കും? കുന്തിരിക്കം വല്ലാത്തൊരൌഷധം തന്നെ.